എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കുക. ഞാനും വിഷ്ണു തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് ഞാൻ എല്ലാത്തിനും സമ്മതം മൂടിയത്. ഞാനും ഏട്ടനും വർഷങ്ങളോളമായി ഇഷ്ടത്തിലാണ്. അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ, ചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ. ചേച്ചി ഒന്നും മിണ്ടാണ്ട് വെക്കുകയായിരുന്നു കുത്തുന്നുണ്ടെങ്കിൽ. എനിക്ക് ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് ഏട്ടനുള്ളത്. അതുപോലെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നിനും വരരുത്. വീട്ടുകാരുടെ നിർബന്ധത്തിനാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത്. അതായത് ഇന്ന് ഏട്ടൻ പറഞ്ഞ് നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ ഒന്നും കൊണ്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം. ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവരുത്. ഞങ്ങൾ അത്രയും ആത്മാർത്ഥത സ്നേഹിച്ച ആൾക്കാരാണ്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുണ്ട്. ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെയും ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത്. അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ്. വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാവും. അത് എനിക്ക് ചെക്കൻ്റെ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുന്ന അന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായത്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് പോവാണ്, ഈ തിങ്കളാഴ്ച പോകും. പണ്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നു ഈ പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ നേരെ തിരിച്ചാണ്. ഇപ്പോൾ പ്രേമത്തിനോ അല്ലെങ്കിൽ പ്രണയത്തിനോ അല്ലെങ്കിൽ സ്നേഹത്തിനോ എന്നല്ല, ഇപ്പോൾ കാമത്തിനാണ് ഇപ്പോൾ കണ്ണില്ല മൂക്കില്ല എന്ന് പറയുന്നത്. അങ്ങനത്തെയൊക്കെ കാര്യങ്ങളല്ല ഇപ്പോൾ നമ്മളെ ചുറ്റുപാടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ലൈവായിട്ടൊക്കെയാണ് ഈ കാമുകന്മാരൊക്കെ ഇപ്പോൾ ലൈവ് വിടുന്നത്. അതായത് ഞാൻ പോവുകയാണ്, ഞാൻ നാടുവിട്ട് പോവുകയാണ്. അത് നാടുവിട്ട് പോണത് ആരപ്പൊക്കെയാണ്? സ്വന്തം ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെയൊക്കെയാണ് ഇപ്പോൾ ഇവരൊക്കെ ഒളിച്ചോടുന്നത്. അങ്ങനെ ഇങ്ങനെ ഒളിച്ചോടി പോകുമ്പോൾ പോണ പെണ്ണുങ്ങളൊന്നും ചിന്തിക്കണ്ടേ, എന്തിനാണ് ആരുടെ കൂടെയാണ് ഇപ്പോൾ ഒളിച്ചോടി പോകുന്നത്? സ്വന്തം ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ. ഇവങ്ങനെ ഇന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ നാളെ മേലാക്കും വേറെ ഒരുത്തിനെ കാണുമ്പോഴൊക്കെ അവളെ കൂടെ ഇവന് പോകും എന്നുള്ളത് ഇവളൊക്കെ ചിന്തിക്കണ്ടേ? അല്ല, നല്ല രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ഒളിച്ചോടി പോകുന്നത്. അല്ല, അത് അപ്പോഴത്തെ ഒരു കാമപ്രാന്ത് കൊണ്ട്, കാരണം കാമം മൂത്തപ്പോൾ ഒളിച്ചോടി പോയത് തന്നെയാണ്. കാമം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ഒരു സംഭവം നടന്നിക്കണതിന്. അതും ഇന്നലും തുടത്തിയതല്ല, കുറച്ച് വർഷങ്ങളായിട്ട് തുടത്തിയിട്ട് ഇപ്പോൾ അവൾക്ക് 22-24 വയസ്സായി കൊടുത്തിട്ട് 19ാമത്തെ വയസ്സ് മുതൽ എന്നൊക്കെ അവൾ പറയണമൊക്കെ ഉണ്ട്. അപ്പോൾ എത്ര കാലമായി ഇപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ ഈ ഒരു അവിഹിതം തോന്നുന്നു. അവിഹിതം എന്ന് പറഞ്ഞാൽ സ്വന്തം ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ. അല്ല, എന്നിട്ട് ഇപ്പോൾ നമ്മളെ കാമമൂത്ത കാമച്ചേട്ടൻ എന്തൊക്കെയോ പറയണുണ്ടല്ലോ, എന്തൊക്കെ ഇനി വരുന്നോ, ഇനി വന്നിട്ട് കുറച്ച് ആൾക്കാർ എന്തൊക്കെയോ പറയണ്ടല്ലോ നമ്മളെ കാമച്ചേട്ടന്. ഞങ്ങളന്വേഷിച്ച് ആരും വരരുത്, ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേർക്കും. അങ്ങനെ പിന്നെ വീട്ടുകാർ നിജുവിനും എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാതും അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാ തെളിവും അവളെ കയ്യിലുണ്ട്. ഈ തെളിവും അവളെ കയ്യിൽ തന്നെ കിട്ടുക. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത്. ഞാൻ വരും, തിരിച്ചു വരും. എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് 2-3 ആൾക്കാരെ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ ഞാൻ വരും. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. ഇവിടെ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. അല്ല, ഇപ്പോൾ ഇതാ നന്നായത്. അല്ല, എപ്പോഴും എനിക്ക് കൊണ്ടുപോയത് ഇവളെ കൊണ്ടുപോയത് തികഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ 2-3 ആൾക്കാരെ കൊണ്ടുപോകാൻ വരും എന്നൊക്കെയാണോ പറയണത്? അല്ല, ഇനിയിപ്പോൾ ആരാ ഉള്ളത് എനിക്ക് കൊണ്ടുപോകാനുള്ളത്? കാരണം ഇപ്പോൾ അനിയത്തിനെ കൊണ്ടുപോയി. ഇപ്പോൾ സ്വന്തം ഭാര്യനെ അവിടെ നിർത്തിയിട്ട് ഭാര്യയുടെ അനിയത്തിനെ കൊണ്ടുപോയിക്കണ്. ഇനിയിപ്പോൾ ഭാര്യയ്ക്ക് വേറെ ഏട്ടത്തികളുണ്ടോ? അത് ഇനി ഇവൾക്ക് താഴെ വേറെ ആരെങ്കിലും ഉണ്ടോ? അല്ല, ഇനി ആരൊക്കെയാണ് നീ ഈ 2-3 ആൾക്കാരെ കൊണ്ടുപോകുന്നൊക്കെ പറയണത്? ഇനി ആരാ അയലക്കത്തെ, ഇവരെ വീടിൻ്റെ തൊട്ടടുത്ത അയലക്കത്തെ ഏതെങ്കിലുമൊക്കെ ചേച്ചിമാരൊക്കെ പിന്നാലെ വരാമെന്ന് പറഞ്ഞിക്കണോ? അല്ല, അറിയണില്ലേ ഇനി ആരൊക്കെ നീ കൊണ്ടുപോകുക എന്നുള്ളത്? അല്ല, ഇപ്പം ഇനിയിപ്പോൾ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഈ ഓട്ടോറിക്ഷയിൽ ലൈവ് മാത്രം ഇട്ടിരിക്കണുള്ളൂ. അല്ല, എന്തൊക്കെ ഇപ്പം നിങ്ങളെ അവസ്ഥ? അല്ല, ഇപ്പം നിങ്ങളൊക്കെ ഒരു വിശേഷവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒളിച്ചോടി പോയതല്ലേ? അല്ല, ഇപ്പോൾ സ്വന്തം ചേച്ചിയുടെ ജീവിതം തുലച്ചിട്ട് നിങ്ങൾ പുതിയ ജീവിതം തുടത്തിയിരിക്കുകയല്ലേ നിങ്ങളെ കാമപ്രാന്ത് കൊണ്ട്. അല്ല, നിങ്ങളുടെ ഇപ്പോൾ പുതിയ ജീവിതം തുടത്തിയതിന് ശേഷം പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ പറയും. കാരണം ഈ ഓട്ടോറിക്ഷയിൽ ഇരുന്നിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ ലൈവ് മാത്രമല്ലോ ഇടണുള്ളൂ. നിങ്ങളെ പുതിയ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ജീവിതം ആരംഭിച്ചിരിക്കല്ലേ, നിങ്ങളെ വിശേഷവും കാര്യങ്ങളൊക്കെ പറയും. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പോവാണ്, ഈ തിങ്കളാഴ്ച പോകും. കാത്തിരുന്ന് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ എന്റെ സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു. സാലറി കിട്ടേണ്ട ആ ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതുവരെ പിടിച്ചു നിൽക്കുകയാണ് ശരിക്കും.
ഇത് കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങൾ പിന്നെ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ച് വരാനാണ് ഒന്നിനും നിൽക്കരുത്. കാരണം എനിക്ക് എന്റെ ഇഷ്ടമുണ്ട്. എനിക്ക് 22 വയസ്സായിട്ടുണ്ട്. എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനോ ഒന്നിനും വരരുത്. കാരണം എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് ഞങ്ങൾ പോകണം. അപ്പോ ഇതിന്റെ പിന്നിൽ കഴിഞ്ഞാൽ ആരും ഞങ്ങൾ അന്വേഷിക്കാനോ പിടിക്കാനോ വരരുത്. പിന്നെ ചേച്ചിയോട് പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് ഞാൻ ഏട്ടനായിട്ട് പോകുന്നുണ്ട്. ചേച്ചിക്ക് അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ച് കൊണ്ടുപോകാനോ അങ്ങനെയല്ല കൊണ്ടുപോകണം. ചേച്ചിക്ക് എപ്പോ കാണാൻ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാലും ഏട്ടനെ ഞാൻ വിടും. ഞാൻ ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിടിച്ചിരിക്കാനോ അങ്ങനെ ഞാൻ നിൽക്കില്ല. പിന്നെ ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അതുകാരണമാണ് ഞാൻ ഈ ഒരു കളി കളിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് പോവും. ഞങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങളെ പിന്നാലെ ആരും വരരുത്. ഇത് മാത്രല്ല എന്റെ കൂടെ ഏട്ടനും ഉണ്ട്. അപ്പൊ പോണന്റെ 2 ദിവസം മുന്നേ ഒരു വീഡിയോ എടുക്കാൻ കാരണം എനിക്ക് സാലറി കിട്ടുന്ന ഒരു ഡേറ്റിന്റെ രീതിയിലാണ്. തിങ്കളാഴ്ച കിട്ടുള്ളൂ, തിങ്കളാഴ്ച പോവുകയും ചെയ്യും. അപ്പൊ ആരും ഇതിന്റെ പേരില് അന്വേഷിക്കാനോ പിടിക്കാനോ വരരുത്. ഏട്ടൻ എന്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് വീഡിയോ കാണുമ്പോഴായാലും ഞങ്ങൾ പോവാൻ കാരണം തന്നെ അത്രയധികം ഇഷ്ടപ്പെട്ട കാരണമാണ് ഞങ്ങൾ പോകുന്നത്. ആരും ഇതിന്റെ പേരിൽ അന്വേഷിക്കാനോ പിടിക്കാനോ വരരുത്. 19 വയസ്സ് മുതൽ തുടങ്ങിയിട്ടുള്ള ഇഷ്ടം എനിക്ക് 22 വയസ്സിന്. അതൊക്കെയാണ് പറയണത്. ആരും വിളിച്ചാലും ശരി, അന്വേഷിക്കാൻ വന്നാലും ശരി, ഒരിക്കലും ഏട്ടനൊക്കെ പോകുന്നില്ല. ഏതൊരു കേസ് കോടതിയിലായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അങ്ങനെ അവസാനം അടപടലം മൂഞ്ചിയില്ലേ. അപ്പോൾ ആ മോയന്ത് അതായത് കാമപ്രാന്തന് ഇപ്പോൾ നിന്റെയൊക്കെ സാലറി കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അല്ല, നിന്റെയൊക്കെ സാലറി കിട്ടിയിട്ട് അതും പറ്റിച്ചിട്ട് അവസാനം നിന്റെ മൊബൈലും വിറ്റ് ഒരു ലോഡ്ജിൽ റൂം കൊടുത്ത് കാര്യം സാധിച്ചതിന് ശേഷം അവിടെ അവൻ മൂഞ്ചിച്ചില്ലേ. അല്ല, അവസാനം ഇത് അങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു കാമപ്രാന്ത ആ ഒരു സമയത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റിന് വേണ്ടി മാത്രം തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ്. അല്ല, നീ ഇടക്കിടക്ക് പറയണ്ടല്ലോ നീ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെന്നൊക്കെ നീ പറയണം. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒളിച്ചോടി പോകുന്നത്, ഞങ്ങൾക്ക് പിരിയാൻ പറ്റൂല എന്നൊക്കെ നീ ഇങ്ങനെ പറയണ്ടല്ലോ. ആ ഒരു ആത്മാർത്ഥത സ്വന്തം ചേച്ചിനോട്, എൻ്റെ കൂടപ്പറപ്പിനോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത നിനക്കുണ്ടായിരുന്നോ? നീയിപ്പോൾ ഇവനെ കണ്ടപ്പോൾ ഇവനോടുള്ള ആത്മാർത്ഥത പറയണ്ടല്ലോ. പക്ഷെ ആ എൻ്റെ ചേച്ചിനോടുള്ള ആത്മാർത്ഥത എന്തെങ്കിലും ഒരു തരി ഒരു പറയില്ല, കുറച്ചെന്തേലും ഒരു ആത്മാർത്ഥത നിന്റെ ചേച്ചിനോടുണ്ടെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമോ? നീ ഇവൻ്റെ കൂടെ പോവുമോ? അതായത് നിന്റെ ചേച്ചിൻ്റെ കുടുംബം നീ തുലക്കുമോ? അല്ല, ചേച്ചിയുടെ കുടുംബം ഇവൻ വേറെ ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങളെ പിന്നാലൊക്കെ പോകും. കാരണം അങ്ങനെയുള്ള കാമപ്രാന്തനാണ്. അവൻ്റെ കണ്ണിനെടുത്ത് കുത്താൻ തോന്നും, അവൻ്റെ 2 കണ്ണിങ്ങനെ തുറപ്പിച്ച് നോക്കിയിട്ട്. അല്ല, ഈ കാമപ്രാന്തന് വേറെ ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങളെ പിന്നാലെ പോകും. അപ്പോഴും നിന്റെ ചേച്ചിക്ക് ഇങ്ങനെ തന്നെ കാര്യം വരികയുള്ളൂ. കാരണം എന്താ വെച്ചാൽ നീ കാട്ടിയതുപോലെ തന്നെ ആയിരിക്കും വേറെ ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങൾ അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാലും നിന്റെ ചേച്ചിയുടെ അവസ്ഥ ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ നീ ഇടക്കിടക്ക് പറയണ്ടല്ലോ ആത്മാർത്ഥത. എന്നിട്ടിപ്പോൾ അവസാനം ഇപ്പം മൊത്തത്തിൽ മൂഞ്ചിക്കിടക്കുകയാണില്ലേ. അപ്പോൾ അവസാനം ഇപ്പോൾ അവനക്കും നിന്നെ വേണ്ട. അല്ല, അതിൻ്റെ ഇടയിൽ ഇപ്പോൾ പറയുന്നത് കേട്ടു നിന്നെ വീട്ടിലൊന്നും കയറ്റണില്ല, നീ തിരിച്ച് വീട്ടിൽ പോയപ്പോൾ വീട്ടിലുള്ളൊരു ചൂലിട്ട് ആട്ടിയെന്നൊക്കെ പറയണ്ടല്ലോ. അല്ല, അങ്ങനെ തന്നെ വരിക. കാരണം നിന്നെ ഇനി വീട്ടിൽ കയറ്റാൻ പറ്റൂല. അല്ല, എനിക്ക് പറയാനുള്ളത് ശരിക്ക് ചൂലെടുത്തിട്ട് തല്ലിയ ആട്ടിയല്ല വേണ്ടിയിരുന്നത്. നമ്മളൊക്കെ പറയില്ലേ ഈ ചട്ടകം പഴുപ്പിച്ച് കനലിലിട്ട് പഴുപ്പിച്ചിട്ട് ചന്തിമണി വെച്ച് ചന്തിയാണ് പഴുപ്പിക്കുക. അതാണ് ഇവളെ പോലെയുള്ളവരൊക്കെ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ളൂ നാളെ മേലൊക്കെ ഇങ്ങനെ വല്ല കാമപ്രാന്ത് തുടർത്തിയാലോ അതല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇവളെ തലയിൽ കുടുങ്ങുമ്പോൾ നാളെ മേലൊക്കെ ആ അടയാളം കാണുമ്പോൾ ചോദിക്കണം അവന് ഇത് എന്തിൻ്റെ പാടാന്നുള്ളത്. എന്നിട്ട് അവസാനം എന്ത് ചെയ്യണം, അവൾ പറയണം പണ്ട് ഞാൻ കാമപ്രാന്ത് കൊണ്ട് ഞാനിങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ ചേച്ചി ചട്ടകം പഴുപ്പിച്ച് വെച്ചതാന്നുള്ളത് അവൾ പറയണം. അങ്ങനെ ഇവൾക്കൊക്കെ അങ്ങനെ ഒരു ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നാളെ മേലാക്കുമ്പോൾ അതൊരു അടയാളം പോലെ ആകണം. ഈ ചട്ടം പഴുപ്പിച്ച് ചന്തിക്ക് വെക്കണം.